BMH Bodyguard brought to you by Baby Memorial Hospital, Calicut, Kannur, Todupuzha. നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കണ്ട ദൃശ്യങ്ങൾ ഒഡീഷയിൽ നിന്നുള്ളതാണ്. ഒരു റെയിൽവേ ട്രാക്കിലാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടി കിടക്കുന്നത്. കൂട്ടുകാരും തൊട്ടപ്പുറയുണ്ട്. റീൽ ചിത്രീകരണമാണ് ലക്ഷ്യം. എത്ര അപകടകരമായ റീൽ ചിത്രീകരണമാണെന്ന് നിങ്ങൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ട്രെയിൻ പോകുന്നതിനടിയിൽ ഒരു കുട്ടി കിടക്കുകയാണ്. ചെറിയ പ്രായം മാത്രമേ ഉള്ളൂ. എന്തായാലും 3 കുട്ടികളെ ഇതിന് തൊട്ടു പിന്നാലെ കസ്റ്റഡിയിലെടുത്തു. മുന്നറിയിപ്പും ബോധവൽക്കരണവും ഒക്കെ നൽകിയ ശേഷം ഇവരെ മാതാപിതാക്കൾക്കൊപ്പം വിട്ടയക്കുകയും ചെയ്തു. ഇവർ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു നടപടി വന്നത്. കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ റീലിന് പിന്നാലെ പോകുന്ന ഒരു കാലമാണ് ഇത്. അങ്ങേയറ്റം അപകടകരമായ ഒരു ചിത്രീകരണമാണ്. എത്ര വൈറലാകാനാണെങ്കിലും ഇത്തരം കടുങ്കൈകളിലേക്ക് കടക്കരുത് എന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ കേരള സർവകലാശാലയിലെ ഈ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട തർക്കം അത് കൈവിട്ട കളിയിലേക്ക് നീങ്ങുന്നതാണ് ഈ മണിക്കൂറുകളിൽ നമ്മൾ കാണുന്നത്. വൈസ് ചാൻസലറെ മറികടന്ന് ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് രജിസ്ട്രാർ. ആ നാടകീയ രംഗങ്ങളുടെ നാടകീയമായ സംഭവങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ വിശദമായി പോകും. വാർത്താനേരത്തിൽ തലക്കെട്ടുകൾ നമുക്ക് ആദ്യം നോക്കാം. കേരള സർവകലാശാല വൈസ് ചാൻസലറെ മറികടന്ന് ചുമതല ഏറ്റെടുത്ത രജിസ്ട്രാർ. നടപടി സസ്പെൻഷൻ റദ്ദാക്കിയെന്നുള്ള സിൻഡിക്കേറ്റ് ഉത്തരവിന് പിന്നാലെ സിൻഡിക്കേറ്റ് തീരുമാനത്തിന് നിയമപരമായി സാധുതയില്ലെന്ന് റദ്ദാക്കണം എന്നുള്ള ഒരു രീതിയിലോട്ട് വന്നപ്പോൾ ഞാൻ മീറ്റിംഗ് ഡിസോൾവ് ചെയ്തിട്ട് പുറത്തു പോവുകയായിരുന്നു ചെയ്തത്. ഡിസോൾവ് ചെയ്ത് ചെയർ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് വാലിഡിറ്റി ഇല്ലെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സസ്പെൻഷൻ റദ്ദാക്കാൻ സിൻഡിക്കേറ്റിന് അധികാരമുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. നാളത്തെ ഹൈക്കോടതി തീരുമാനം നിർണായകം.